സ്വപ്നമല്ല. സ്വപ്നക്കാരനാ പറയുന്നതെങ്കിലും ഇത് സ്വപ്നമല്ല. വളരെ കൃത്യമായിട്ട് നിങ്ങൾ കേട്ടോ. ഇവർക്ക് അല്ലാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ച്, അതേ പ്രവാചകന്മാരെ സംബന്ധിച്ച് എന്ത് വിശ്വാസമാണുള്ളത് ഉമ്മമാരെ, എന്ത് വിശ്വാസമാണുള്ളത് ഉപ്പമാരെ. അതെ, ഇവരിൽ നിന്നാണോ ഇസ്ലാം പ്രതീക്ഷിക്കുന്നത്? ഇവരിൽ നിന്നാണോ ഹിദായത്ത് കാംക്ഷിക്കുന്നത്? ഇവര് നേർവഴിക്ക് നടത്തുമെന്നാണോ ചിന്തിച്ച് വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? കേട്ടോ അയാൾക്ക് എന്താ പറയാനുള്ളത് ഈ വിഷയത്തെ പറ്റിയെന്ന്. അല്ലാഹു റസൂലിനെ നേരിട്ട് കണ്ടു എന്ന് എന്നോട് അബ്ദുൽ ഖാദിർ പറഞ്ഞിട്ടുണ്ട്. നേരിട്ട് കണ്ടു റസൂലുള്ളാഹി 18ാമത്തെ വയസ്സിൽ എന്റെ വീട്ടിൽ എന്റെ ഉപ്പയുടെ ദർസിൽ റിയാദോടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പെട്ടെന്നും അവസ്ഥ മാറി റൂമും പള്ളിയും ഒന്നും കാണാത്തൊരവസ്ഥയുണ്ടായി. ഞാൻ എന്റെ ഉണർച്ചയിൽ കാണുകയാണ്, വലിയൊരു സംഘം വരുന്നു. ഒരാൾ വിളിച്ചു പറയുന്നു, ഹാദാ റസൂലുള്ളാഹ്, ഈ വരുന്നത് നബിതങ്ങളാണ്, ഈ വരുന്നത് നബിതങ്ങളാണ് എന്ന് വിളിച്ചു പറയുന്നുണ്ട്. ഞാനിത് കണ്ടു. ഞാൻ നോക്കുമ്പോൾ ഒരു കുതിരയുടെ മുകളിൽ റസൂലുള്ളാഹികളുണ്ട്, പിന്നിൽ കുറെ സ്വഹാബിമാരുണ്ട്. ഞാൻ ചാടിയിൽ നേരിട്ട് റസൂലുള്ളാഹികൾ എന്നെ കൂട്ടിപ്പിടിച്ചു എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ എന്നെ ചുംബിച്ചു എന്നും പറഞ്ഞ് കുട്ടികളും അബ്ദുൽ ഖാദിർ പൊട്ടിക്കരഞ്ഞു. എന്നോടാ പറഞ്ഞത്. അതാണ് ഇപ്പൊ ഇതിൽ വലിയ വിഷയം. മൂപ്പരോടാ പറഞ്ഞത്. അന്ന് ആലോചിച്ചു നോക്കണം. ഓ സഹോദരന്മാരെ, ഇതുപോലെയുള്ള വിഡ്ഢിത്തങ്ങൾ, ഇതുപോലെ ഒരു മുസ്ലിമിന്റെ നാവിൽ നിന്ന് വന്നുകൂടാത്ത വാദങ്ങൾ ഏതെല്ലാം നിലയ്ക്ക് സമൂഹത്തിന്റെ മുമ്പിൽ പകർന്നു കൊടുക്കാനാകുമോ അതൊക്കെയും പകരുന്നതിൽ പകരക്കാരൻ ഒരു ദുർവാശിയുള്ളതുപോലെ. പടച്ച റബ്ബിനെ പേടിക്കണം എന്നല്ലാതെ മറ്റെന്താ പറയാനുള്ളത്? ഇതൊക്കെ ദീനിന്റെ പേരിലല്ലേ പറയുന്നത്? എന്നിട്ട് നിങ്ങൾ ആലോചിക്കണം, ഇവരാണ് പറയുന്നത് ഞങ്ങളാ സ്വർഗക്കാര്, ഞങ്ങളാ അള്ളാന്റെ ആൾക്കാര്, ഞങ്ങളാ ഹബീബിന്റെ ആളുകൾ, ഞങ്ങളാണ് സുന്നത്ത് ജമാഅത്ത്, ഞങ്ങളാണ് ശരിയായ പാത, മറ്റുള്ളവരൊക്കെ പഴച്ചവരാണ്, തുടരരുത്, അവർക്ക് കുട്ടികളെ കൊടുക്കരുത്, സലാം പറയരുത്, ചിരിക്കരുത്, എന്തൊക്കെയാ സമൂഹത്തിന്റെ മുമ്പാകെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തീർന്നില്ലല്ലോ. നബി തങ്ങൾക്ക് ഇങ്ങനെ നടക്കൽ തന്നെയാണ് പണി. അവസാനമതാ കുണ്ടൂര് ശൈഖിനെ വിളിച്ചുകൊണ്ട് ആ കുണ്ടൂരെ എന്ന് നബി തങ്ങൾ വിളിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ പുറത്തേക്ക് വന്നിട്ട് മാടി വിളിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിശ്വസിച്ചിട്ടില്ലാത്തത്, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു വിശ്വസിച്ചിട്ടില്ലാത്തത്, നബി തങ്ങളതാ അവിടുത്തെ ഖബറിൽ നിന്ന് ആ ഖബറിലേക്ക് അവിടുത്തെ ശരീരം ഇറക്കപ്പെട്ടതിന്റെ ശേഷം മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഖബറിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ഖിയാമത്ത് നാളിലതാ ആദ്യമായി എല്ലാവരെയും ഖബറിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരപ്പെടുന്ന ദിവസത്തിൽ ഒന്നാമതായി ഖബർ പൊട്ടി പിളർന്നുകൊണ്ട് പുറത്തേക്ക് വരുന്ന നേതാവ് ഞാനായിരിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് മുസ്ലിമിന്റെ വിശ്വാസം. അതിന്റെ മുമ്പ് നബി തങ്ങൾ ഒരിക്കലും ഖബറിൽ നിന്ന് കൈ പുറത്തേക്ക് ഇട്ടുകൊടുത്തിട്ടില്ല, പുറത്തേക്ക് ഇറങ്ങി വന്നിട്ടില്ല, ആരെയും കെട്ടിപ്പിടിച്ച് മുത്തമിട്ടിട്ടില്ല, ആരെയും ഇങ്ങോട്ടിറങ്ങി വന്ന് അതേ ആശ്വസിപ്പിച്ചിട്ടില്ല, പ്രശ്നങ്ങളിൽ ഇടപെട്ടിട്ടില്ല. ഒരുപാട് പ്രശ്നങ്ങൾ, എത്രയോ പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ ആ ഖബറിന്റെ സമീപത്തുള്ള റൂമിന്റെ അപ്പുറത്ത് താമസിക്കുന്ന മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹയ്ക്കുണ്ടായിട്ട് പോലും അല്ലാഹുവിന്റെ റസൂലിനോട് പോയി സങ്കടം പറഞ്ഞിട്ടില്ല, നബി തങ്ങൾ ഇറങ്ങി വന്നിട്ടില്ല, ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടില്ല, ബാപ്പ ഇറങ്ങി വന്നിട്ടില്ല, സ്വഹാബത്താരും പറഞ്ഞിട്ടില്ല. ഈ സ്വഹാബത്ത് വിശ്വസിച്ചതുപോലെ വിശ്വസിക്കൂ. വൈദാ ഖീല ലഹും ആമിനൂ കമാ ആമനന്നാസ് ഖാലൂ അനുഅ്മിനു കമാ ആമനസ്സുഫഹാ. അല്ലാഹുവിനെ കുറിച്ച് സ്വഹാബത്ത് വിശ്വസിച്ചതുപോലെ, റസൂലുള്ളാഹിനെ കുറിച്ച് വിശ്വസിച്ചതുപോലെ, അതേ ഏത് കാര്യങ്ങളിലാണെങ്കിലും
സ്വഹാബത്ത് വിശ്വസിച്ചത് മാത്രമേ അങ്ങനെ വിശ്വസിക്കൂ എന്ന് പറയപ്പെട്ടാൽ, ഓ വിഡ്ഢികളെ, വിഡ്ഢികൾ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കാൻ ഞങ്ങളെ കിട്ടൂലെന്ന് പറഞ്ഞ മുനാഫിക്കിന്റെ പാരമ്പര്യത്തോടെ സ്വഹാബത്ത് വിശ്വസിച്ച രൂപത്തിൽ അള്ളാനെ വിശ്വസിക്കാൻ പറഞ്ഞാൽ സ്റ്റേജിൽ നിന്ന് കോമാളി കാട്ടി പരിഹസിക്കുന്ന മുസ്ലിയാക്കള്, അള്ളാന്റെ ഇറക്കം പരിഹസിക്കുന്നവര്, അള്ളാഹുവിന്റെ കൈ എന്ന് പറഞ്ഞിട്ട് പരിഹസിക്കുന്നവര്, മുഖം എന്ന് പറഞ്ഞിട്ട് പരിഹസിക്കുന്നവര്, വിരലെന്ന് പറഞ്ഞിട്ട് പരിഹസിക്കുന്നവര്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ബർസഖിയായ ലോകത്ത് അത്യുന്നതമായ ജീവിതത്തിലാണ് മക്കളെ. ദുനിയാവിലേക്ക് അവിടുത്തെ റൂഹ് കൊണ്ടോ ശരീരം കൊണ്ടോ വരില്ലെന്നതാണ് സഹാബത്തിന്റെ വിശ്വാസമെന്ന് പറഞ്ഞാൽ അതൊക്കെ തള്ളിക്കളയുന്നു. അവരാ പറയുന്നത്, അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറിന്റെ സമീപത്തേക്ക് ഹജ്ജ് കാലത്ത് തിരക്ക് മൂലം ഞാൻ അങ്ങോട്ട് വരൂല എന്ന് പറഞ്ഞതാണ്. കുണ്ടൂര് പോയപ്പോ വലിയ തിരക്കാണ്, തിരക്ക് കാരണം ഇങ്ങനെ മാറി നിൽക്കുകയാണ് കുണ്ടൂര് മുസ്ലിയാര്. അതേ കുറച്ചു നേരം ഇങ്ങനെ കഴിഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറുള്ള ഭാഗത്ത് നിന്നൊരാളിങ്ങനെ മാടി വിളിക്കുന്നു. അതേ കുണ്ടൂരിനോട് ചെല്ലാൻ പറയാണ്, നിങ്ങളെന്താ അങ്ങനെ വിട്ടു നിൽക്കുന്നത്, നിങ്ങളെന്താ എന്റെ അടുത്ത് വരാതെ ഇങ്ങനെ മാറി നിൽക്കുന്നത്, നിങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരാൾ ഇവിടെയുണ്ടല്ലോ. ഓ മുസ്ലിമേ, ഒരൊറ്റ മുസ്ലിമിനും ഏറ്റവും പ്രിയപ്പെട്ടത് അല്ലാഹുവിനെ കഴിഞ്ഞാൽ ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും ലോകത്തുള്ള സർവരെക്കാളും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും പ്രിയപ്പെട്ടവരാകുന്നത് വരെ നിങ്ങളിൽ ഒരാളും മുഅ്മിനാവില്ലെന്ന് പറഞ്ഞ നേതാവിനേക്കാളും പ്രിയപ്പെട്ട നേതാവ് അബൂബക്കറാണോ, എപിയാണോ? നിങ്ങൾ എന്തൊക്കെയായി വിളിച്ചു കൂവുന്നത്? നിങ്ങളാണോ കുട്ടികൾക്ക് ഇസ്ലാം പഠിപ്പിക്കുന്നത്? നിങ്ങളാണോ ഖുതുബ നടത്തുന്നത്? നിങ്ങളാണോ ഇമാമത്ത് നടത്തുന്നത്? നിങ്ങളാണോ ജനങ്ങളുടെ മുമ്പിൽ സുന്നത്ത് ജമാഅത്തിന്റെ വക്താവായി ചമയുന്നത്? കേൾക്കട്ടെ ജനങ്ങളെല്ലാം, അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ പറയുന്നു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേ ഇവിടെയുണ്ട്, ഇങ്ങോട്ട് വന്നോളൂ എന്ന് പറഞ്ഞ് കുണ്ടൂരിനെ അങ്ങോട്ട് അതേ ഖബറിന്റെ പുറത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ട് വിളിക്കുന്ന അങ്ങനെ ഒരു റസൂലിൽ മുസ്ലിമീങ്ങൾക്ക് വിശ്വാസമില്ല. ഇത് ഇസ്ലാമിന്റെ വിശ്വാസമല്ല. ഇയാൾ തന്നെ പറയട്ടെ എന്താണ് സംഭവമെന്ന്. ആശിക്കായിരുന്നു. ഞാൻ ഉസ്താദിനോട് ചോദിച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളെ റൗലേക്ക് വിളിച്ചിരുന്നോ? ഒരു സദസ്സുള്ള ഞാൻ ചോദിച്ചത്. അപ്പൊ അറബിയിൽ എന്നോട് മറുപടി പറഞ്ഞു, അതെ വിളിച്ചിട്ടുണ്ട്. ആ സദസ്സിലേക്ക് ഞാൻ മദീനത്ത് ചെന്നാൽ തിക്കും തിരക്കും കൂടി ഇനി നബിന്റെ അടുത്തേക്ക് വരൂല എന്ന് ഞാൻ തീരുമാനം നബിനോട് തന്നെ പറഞ്ഞതാ. അവിടെ പോയാൽ തിക്കില്ലാതെ അവിടെ കയറാൻ കഴിയില്ല, റൗദയിലൊന്നും. അപ്പൊ അങ്ങനെ പറഞ്ഞതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. ആ കരാറിലാണ് ഞാൻ നാട്ടിൽ പോന്നീന്. പിറ്റത്തെ ഹജ്ജിന് പോയപ്പോ തിരക്കുള്ള സ്ഥലത്ത് നിന്ന് ഞാൻ അങ്ങോട്ട് മാറി ബാബുസലാമിലൂടെ ഞാൻ ദൗമയിലേക്ക് പോകാനുള്ള താല്പര്യത്തിൽ ഇങ്ങനെ നോക്കി നിൽക്കുക. പക്ഷേ തിക്കുണ്ടായതുകൊണ്ട് വരൂല പറഞ്ഞല്ലേ. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ എന്നെ മാടി വിളിച്ചു, സ്വപ്നമെന്റെ സഹോദരന്മാരെ, സ്വപ്നമെന്നെ പറയുന്നത് എന്നെ മാടി വിളിച്ചു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർ ഇവിടെ ഉണ്ടെന്ന നിലക്ക് റസൂൽ എന്നെ മാടി വിളിച്ചു. ഞാൻ പറഞ്ഞു അവിടെ തിക്കും തിരക്കുമാണ്. കൊണ്ടൂർ സാഹ് പറയാ, അർജുൻ എന്നോട് പറഞ്ഞതാ. അപ്പൊ റസൂലുള്ള പറഞ്ഞു, അതിന് പരിഹാരമുണ്ട്, നിങ്ങൾ ഇങ്ങോട്ട് വരിക. ഞാൻ ആ ബാബുസലാമിനോട് അങ്ങ് ചെന്നപ്പോൾ കുണ്ടൂർ സാഹിനോട് പറഞ്ഞ വാക്കാ ഞാൻ പറഞ്ഞപ്പോ ശൈഖ് അബൂബക്കർ, അവിടെ ബഹുമാനപ്പെട്ട എപി ഉസ്താദ് ഇരിക്കുന്നുണ്ട്, അവിടേക്കാണ് എന്നെ വിളിച്ചത്. ആലോചിച്ചു നോക്കി, അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ആര്? ബഹുമാനപ്പെട്ട എപി. ഏതാ ഈ മുടിയൻ, ഈ കേശം കൊണ്ട് നടക്കുന്നയാള്? ഇയാളാണ് ഇപ്പൊ അവിടെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഇത് അള്ളാന്റെ റസൂൽ വിളിക്കുക, ഇങ്ങോട്ട് വരി ഖബറിന്ന് ഇറങ്ങി വന്നിട്ടേ. ഇതൊക്കെ പ്രചരിപ്പിക്കുന്ന കൗമ്, ഇത് സമൂഹത്തിന്റെ മുമ്പിലേക്ക് വയലു പറഞ്ഞു കൊടുക്കുന്ന കൗമ്. ഈ സമൂഹത്തിന് എവിടെയാണ് പ്രിയമുള്ളവരെ ഇനി എവിടെ നിന്നാണ് ഹിദായത്ത് പ്രതീക്ഷിക്കാനാവുക? ഇവരിൽ നിന്ന് പ്രതീക്ഷിക്കാനാവില്ല. അതുകൊണ്ടാ പറയുന്നത്, നഷ്ടത്തിന്റെ ലോകമെത്തുന്നതിന്റെ മുമ്പ് രക്ഷപ്പെട്ടോ, സുന്നത്ത് ജമാഅത്തിലേക്ക് വന്നോ. സുന്നത്ത് ജമാഅത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെ വികൃതമാക്കുന്ന ഇത്തരത്തിലുള്ള കക്ഷികളിൽ നിന്ന് വഴിമാറിക്കൊണ്ട് യഥാർത്ഥമായ ദീനുൽ ഇസ്ലാമിലേക്ക് വന്നോ.
തീർന്നില്ല. പ്രവാചകനെ കുറിച്ച് അവരുടെ വിശ്വാസം എന്താണ്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ എല്ലാ ഗുണങ്ങളും തികഞ്ഞ ഒരു നേതാവ് അതുപോലെയുണ്ട് എന്ന മുസ്ലിമിന് വിശ്വാസമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പോലെ ഇനി ഒരാൾ ലോകത്ത് വരാനുണ്ടോ? വന്നിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പോലെ എല്ലാം തികഞ്ഞ ഒരു വ്യക്തിത്വം അവിടുത്തെ വഫാത്തോടുകൂടി അത് അവസാനിച്ചു കഴിഞ്ഞു. ഇനി ഖിയാമത്ത് നാൾ വരെ ജനിക്കാനിരിക്കുന്നതും ജനിച്ചതുമായ ഒരൊറ്റ കുഞ്ഞിനും അല്ലാഹുവിന്റെ റസൂലിനോടും മഹത്വമില്ല. എന്നാൽ ജീലാനിയെ പൊക്കി മുഹീദ്ദീൻ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് പറഞ്ഞാൽ മൂപ്പര് ഒരു നബിയാണ് എന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു. ഇവരുടെ തന്നെ പ്രസിദ്ധീകരണത്തിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ എല്ലാം തികഞ്ഞയാളായിരുന്നു ജീലാനി. എന്തുമാത്രമേ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ. ഒരാളതാ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് നബിതങ്ങൾക്ക് നിഴലില്ലല്ലോ, ജീലാനി നിങ്ങൾക്ക് നിഴലുണ്ടല്ലോ. ശരിക്കും മനസ്സിലാക്കണം. ജീലാനിയോട് പോയിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് നിഴലുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് നിഴലില്ലല്ലോ. അപ്പൊ ജീലാനി മറുപടി പറയുന്നു, അതുമാത്രം ഞാനങ്ങ് വേണ്ടാന്ന് വെച്ചതാണ്, അതുമാത്രം ഞാനങ്ങ് വേണ്ടാന്ന് വെച്ചതാ. എന്തിനാ? അങ്ങനെ ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, എനിക്കും നേരില്ല, പക്ഷേ ഞാൻ അത് വേണ്ട നേലുണ്ട് എന്ന് വെച്ചത് എന്തിനാണ്? നിങ്ങൾ എന്നെ നബി എന്ന് വിളിക്കാതിരിക്കാൻ. എന്തെങ്കിലും ഒരു വ്യത്യാസം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനേക്കാൾ എനിക്ക് വേണമല്ലോ. അതേ, അവിടുത്തെ എല്ലാ വിശേഷണങ്ങളും എന്നിലുണ്ട്, പക്ഷേ നിഴലില്ല എന്ന വിശേഷണം ഞാൻ വേണ്ടെന്ന് വെച്ചതാ. എന്തിനാണ് അങ്ങനെ വെച്ചത്? നിങ്ങൾ എന്നെ നബി എന്ന് വിളിക്കാതിരിക്കാൻ. വേറെയുള്ള എല്ലാ വിശേഷണങ്ങളും ജീലാനിയിൽ ഒത്തിണങ്ങി എന്ന് വിശ്വസിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പോലെ ഇത്തരത്തിൽ ഈ ഒരു മനുഷ്യനെയുണ്ട് ലോകത്ത് എന്ന് വിശ്വസിക്കാവുന്ന പ്രചരിപ്പിക്കാവുന്ന നിലക്ക് സമൂഹത്തിന്റെ മുമ്പിലേക്ക് എഴുതിവിടുമ്പോൾ എത്രയോ കള്ളങ്ങളാണ് പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാത്തത് പറഞ്ഞു എന്ന് കള്ളഹദീസുകൾ ഉണ്ടാക്കുന്നു. അവിടുന്ന് പറയാത്തത് പറഞ്ഞു, അവിടുന്ന് ചെയ്യാത്തത് ചെയ്തു. അല്ലാഹുവിന്റെ റസൂലതാ അറിഞ്ഞിട്ടില്ലാത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ലാത്തത് നബി തങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചു എന്ന പേരിൽ കള്ളക്കഥകൾ പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ നോക്കൂ, നിങ്ങളൊരു ഉദാഹരണം പറയുന്നതായി നബി മുസ്തഫ സല്ലല്ലാഹു അലി അവരോടൊരു ദിനം റളിയല്ലാഹ്. എന്താണ് ആദ്യത്തെ വരി കേട്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ പറയുന്നു. ആരോടാ പറയുന്നത്? അലി റളിയല്ലാഹു അൻഹുവിനോടാണ്. അല്ലാഹുവിന്റെ റസൂൽ എന്താ പറയുന്നത്? കല്യാണമൊന്ന് കഴിച്ചു എന്നാൽ പെണ്ണിനെ നീ നിന്റെ വീട്ടിൽ ആദ്യമായി കടത്തിങ്ങനെ വീടിന്റെ വെളിയിലിരുത്തി കഴുകിരു കാലുകൾ കളയാതെ ഒരു പാത്രത്തിലാക്കാനീരുകൾ. എന്നിട്ട് ബാബ് തുടങ്ങി വീടറ്റം വരെ തളിക്കേണ്ടതാണാ വെള്ളവും തീരും വരെ. അതുകൊണ്ട് വീട്ടിൽ നിന്നു മാറും ആപത്തും കടക്കും അതിൽ ബറക്കത്തു മെഴുപത് റഹ്മത്തും. കേട്ടോ നിങ്ങൾ, അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ മൻ ഖാല അലയ്യ മാ ലം അഖുൽ, ഞാൻ പറഞ്ഞിട്ടില്ലാത്തത് എന്റെ പേരിൽ ഞാൻ പറഞ്ഞു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നരകം അവനുറപ്പാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിനെ സംബന്ധിച്ച് അതേ ലവലേശം പേടിയില്ലാത്ത നിലക്ക് പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? കല്യാണം നീ കഴിച്ചു കഴിഞ്ഞാൽ പെണ്ണിനെ വീട്ടിൽ കയറ്റുന്നതിന്റെ മുമ്പ് എന്ത് ചെയ്യണം? വാതിലിന്റെ വീടിന്റെ വെളിയിലിരുത്തിയിട്ട് 2 കാലും കഴുകണം. പുതിയോട്ടിയുടെ പുതുവെണ്ണിന്റെ 2 കാലും കഴുകിയിട്ട്
കളയാതെ ഒരു പാത്രത്തിലാക്കാൻ നീരുകൾ. പുതുവണ്ണിന്റെ കാല് കഴുകിയ വെള്ളം കളയാതെ ഒരു ബോട്ടിലാക്ക്, ഒരു പാത്രത്തിലാക്ക്. എന്നിട്ട് ബാബ് തുടങ്ങി വീടറ്റം വരെ തെളിക്കേണ്ടതാണ് ആ വെള്ളവും തീരും വരെ. ആ പാത്രത്തിലെ വെള്ളം വാതില് മുതൽക്ക് വീടിന്റെ അങ്ങേ തല വരെ ഇങ്ങനെ തെളിക്കണം, വെള്ളം തീരുവോളം തെളിക്കണം. പുതുവെണ്ണിന്റെ കാല് കഴുകിയ വെള്ളം ഇങ്ങനെ വീട്ടിൽ മുഴുവൻ തെളിച്ചാൽ അതുകൊണ്ട് വീട്ടിൽ നിന്നു മാറും ആപത്തും, കടക്കും അതിൽ ബറക്കത്തും 70 റഹ്മത്തും. വീട്ടിൽ നിന്നെല്ലാ ആപത്തും നീങ്ങും, അതിൽ ബറക്കത്തും 70 റഹ്മത്തും പ്രവേശിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു എന്ന് കള്ള ഹദീസ് ഉദ്ധരിക്കുന്നു. എന്തും ആരുടെ പേരിലും പറയാൻ മടിയില്ലാത്ത വിഭാഗം അവസാനം ഇതിലും ഒതുങ്ങി നിന്നില്ലല്ലോ. അവസാനം വന്നില്ലേ ഒരു മുടിക്കഷ്ണവുമായി. മുടി അങ്ങനെ കൊണ്ട് നടന്നു. മുടി അത് തരാൻ വേണ്ടി മുത്ത് റസൂൽ നേരിട്ട് പറഞ്ഞിട്ട് കൊടുന്നതാണെന്ന് പറഞ്ഞു നോക്കി. അതേ അറബ് രാജ്യത്ത് നിന്ന് ഇറക്കുമതി ചെയ്തതാണെന്ന് വന്നാൽ വലിയ സ്വീകാര്യത കിട്ടും എന്ന നിലക്ക് ബോംബെയിലെ തെരുവിൽ നിന്നൊരു ഇക്ബാൽ ജാലിയവാലയിൽ നിന്ന് മുടി സംഘടിപ്പിച്ച് അതങ്ങ് അറബ് രാജ്യത്തേക്ക് കയറ്റുമതി ചെയ്ത് അവിടുന്ന് ഇങ്ങോട്ട് വീണ്ടും ഇറക്കുമതി ചെയ്താൽ വിശ്വസിക്കുമെന്നാണ് പാവം വിചാരിച്ചത്. പക്ഷേ മുടിയിൽ കുടുങ്ങിപ്പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ അവിടുത്തേതല്ലാത്ത മുടി, അവിടുത്തേതല്ലാത്ത വടി, അവിടുത്തേതല്ലാത്ത മെതിയടി, അവിടുത്തേതല്ലാത്ത പുതപ്പ്, അവിടുത്തേതല്ലാത്ത അതേ അവിടുത്തെ ശരീരത്തിലെ മറ്റു രൂപത്തിലുള്ള അവശിഷ്ടങ്ങൾ, അതുപോലെ തന്നെ കാലിൽ ധരിക്കുന്ന ചെരുപ്പുകൾ, ഇങ്ങനെ ഒട്ടേറെ ഞങ്ങളുടെ കൈവശം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ടെന്ന് വാദിക്കുകയും അതിൽ തന്നെ ഇതാ മുടി ഞങ്ങളുടെ മർക്കസിലെത്തി എന്ന് പറഞ്ഞ് അതേ എല്ലാ രൂപത്തിലുള്ള പ്രചരണവും നടത്തി. അതിന്റെ കഥകളിലേക്ക് ഞാൻ ദീർഘമായി പ്രവേശിക്കുന്നില്ല. പക്ഷേ പര്യവസാനം എവിടെയാ എത്തിയത്? മുജാഹിദുകൾ അല്ലാഹുവിന്റെ റസൂലിനെ നിന്ദിക്കുന്നവരാണെന്ന് പറഞ്ഞ സാക്ഷാൽ കാന്തപുരവും അനുയായികളും പ്രവാചക നിന്ദകന്മാര് തന്നെ. അവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നിന്ദിക്കുന്ന ഏറ്റവും വലിയ കക്ഷികൾ. അവർക്കെതിരെ പടപ്പുറപ്പാട് തുടങ്ങണം, അവർക്കെതിരെ ജാഗ്രത വേണമെന്ന് അതേ കൂടെ കഴിയുന്ന ഈ വിഭാഗം പ്രഖ്യാപിക്കുന്നു. നാടൊട്ടാകെ അവർക്കെതിരെ ക്യാമ്പയിന് സംഘടിപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റവും കൂടുതൽ വികൃതമായി ചിത്രീകരിച്ച ഏറ്റവും വലിയ നിന്ദ്യനാണ് കാന്തപുരമെന്ന് അതേ അവര് തന്നെ എല്ലാ സ്റ്റേജുകളിലും പ്രസംഗിക്കുന്നു. എന്താ നിങ്ങൾ മനസ്സിലാക്കിയത്? അല്ലാഹുവിന്റെ റസൂലിന്റെ മുടിയുടെ നീളം അതിങ്ങനെ ഓരോ കൊല്ലത്തിലും ഇവിടുത്തെ അഹ്സനിൽ എന്ന് പറഞ്ഞു എത്ര മീറ്റർ കണ്ട് എത്ര രൂപത്തിലാണ് അതിന്റെ വളർച്ച എന്നൊക്കെ പറയുന്നു. ഞാനിപ്പോൾ അതിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല. അതിന്റെ കൃത്യമായ അളവ് വരെ പറഞ്ഞു. നുണ പറയുന്നവനുണ്ടോ? എന്തിനും ലൈസൻസ് ഉള്ള നാവല്ലേ? പടച്ച റബ്ബിനെ പേടിയില്ലാതെ എല്ലാ കളവുകളും തട്ടിവിട്ടുകൊണ്ടിരിക്കുമ്പോൾ അതേ സാക്ഷാൽ കാന്തപുരം മുസ്ലിയാർ തന്നെയും പറയുന്നു. 2 മാസം മുമ്പ് മർക്കസിൽ ഒരു അതിഥി വന്നപ്പോൾ അദ്ദേഹത്തിന് മുടി കാണണം എന്ന് വല്ലാത്ത ആശ തോന്നിയപ്പോൾ ഞാൻ പോയിട്ട് ആ മുടിയൊന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി തുറന്നു നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, ആ മുടി വിരിഞ്ഞിരിക്കുന്നു. ഇങ്ങനെ ഇപ്പോഴും വിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പോലും മുടി. അതേ അപ്പോഴതാ അപ്പുറത്തെ സമസ്തക്കാര് പറയുന്നു അത് ഇക്ബാൽ ജാലിയവാലക്ക് ബോംബെയിലെ തെരുവിൽ നിന്ന് കിട്ടിയ ഏതോ പെണ്ണിന്റെ മുടിയാണ്. ആ മുടിയെക്കുറിച്ചാ ഇപ്പുറത്തെ മദ്ഹ് പറയുന്നത്. നിഴലില്ല, കത്തില്ല, അത് ആടും മുടിയാണ്, ചാടും മുടിയാണ്, സിക്ർ കേട്ടാൽ ആടുന്ന മുടിയാണ്. അതേ ദിവസവും അതിന് വളർച്ചയാണ്, വർഷവും വളർച്ചയാണ്. ഇങ്ങനെ അവസാനം പറഞ്ഞു സനതുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു സനദില്ല, അത് നസബയാണെന്ന് പറഞ്ഞു. പല രൂപത്തിലും പറഞ്ഞ് ആകെ നാണം കെട്ടപ്പോൾ എല്ലാ നാണക്കേടിൽ നിന്നും ഒരു മോചനം കിട്ടാൻ വേണ്ടി അതേ ഒരു യാത്രക്കൊരുങ്ങിയിരിക്കുകയാണ് മൂപ്പര്. അങ്ങനെയെങ്കിലും രക്ഷ കിട്ടുമോ എന്ന്? ഇല്ല,
ഈ മുടി നിങ്ങളുടെ കാലിൽ ചുറ്റിപ്പിണഞ്ഞ് നിങ്ങൾ മലർന്നു വീഴും, സംശയമില്ല. ആദർശ രംഗത്ത് നിങ്ങൾക്കൊരിക്കലും എഴുന്നേൽക്കാനാവില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നിന്ദിച്ചുകൊണ്ട് അതേ സന്യാസിമാരുടെ മുടിയേക്കാൾ, സ്ത്രീകളുടെ മുടിയേക്കാൾ നീളമുള്ള മുടിയുടെ വക്താവായി ചിത്രീകരിച്ചുകൊണ്ട്, അതേ ഈ രൂപത്തിലൊക്കെ വികൃതമായി ചിത്രീകരിച്ചുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് മോശമായ പ്രചരണം രാജ്യത്തൊട്ടാകെ നടത്തുന്ന സാക്ഷാൽ കാന്തപുരം മുസ്ലിയാരേ, നിങ്ങൾക്ക് രക്ഷയില്ല. ദുനിയാവിൽ രക്ഷയില്ല, ആഖിറത്തിൽ രക്ഷ വേണോ? ഇസ്ലാമിലേക്ക് വന്നോ? പറഞ്ഞ് അവസാനം ഒരു രക്ഷയുമില്ലാതെ ഓട്ടത്തിന് പ്ലാൻ ചെയ്യുകയാണ്. എല്ലായിടത്തേക്കും ഓടാനും സഞ്ചരിക്കാനും പ്ലാൻ ചെയ്യുകയാണ്. പല പേരുകൾ അതിന് മറുപക്ഷം നൽകിക്കഴിഞ്ഞു. കേരള യാത്രയല്ല പോലും, കരാള യാത്രയാണ് പോലും. അതേ, വേറെ ചിലർക്ക് വേറെ ചില പേരുകളാണുള്ളത്. എന്ത് പേരിലാണെങ്കിലും ശരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ നിങ്ങൾ പറഞ്ഞ കളവ് അത് പിൻവലിക്കുന്നത് വരെ ആദർശ സ്നേഹികൾ വിടൂല. ആയുധം കൊണ്ടല്ല നേരിടാനുള്ളത്, ഞങ്ങൾക്ക് നേരിടാനുള്ളത് ഖുർആൻ കൊണ്ടാണ്, ഹദീസ് കൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റേതെന്ന് പറയാൻ പറ്റാവുന്ന ഒരവശിഷ്ടങ്ങളും ലോകത്തില്ല, നിങ്ങളുടെ കയ്യിലുമില്ല, ഒരാളുടെ കയ്യിലുമില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ കള്ളം പറയുന്നതിന്റെ ലക്ഷ്യം എന്താണ്? ബിസിനസ് വളർത്തലല്ലേ? അതേ, വലിയ രൂപത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് കേരളത്തിലേക്ക് ജനങ്ങളെ കൂടുതൽ ആകർഷിച്ച് അതിന്റെ ചുറ്റുഭാഗത്തും വലിയ 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 ബിൽഡിങ്ങുകൾ ഉണ്ടാക്കിയിട്ട് സമൂഹത്തിന്റെ മുമ്പിലേക്ക് പല രൂപത്തിലുള്ള ഉദ്ദേശങ്ങളിലൂടെ ഈ മുടിപ്പള്ളിക്ക് വേണ്ടി വട്ടം കൂടുമ്പോൾ ആദർശ രംഗത്തും മറുപടി പറയാനാവാതെ മുടിയിൽ കുടുങ്ങി ഏറ്റവും വലിയ ഗതികേട് അനുഭവിക്കുമ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേരെ മേക്കിട്ട് കയറിയിട്ട് മുസ്ലിയാർ പറയുന്നത് ഇവര് ഭീകരവാദികളാണ്, ഇവര് വഹാബികൾ കുഴപ്പക്കാരാണ്, ഇവര് നാട്ടിൽ ഫിത്നയുണ്ടാക്കുന്നവരാണ്, ഇവർക്കെതിരെ നമ്മൾ ഒന്നിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നൊന്നിക്കൂ, ഈ മുടിയന്റെ കാലിൽ ചുറ്റിപ്പണഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് സുന്നികളെ ഒന്നിക്കൂ എന്ന് പറഞ്ഞ് ഇയാൾ കരഞ്ഞു നടക്കുകയാണ്. പക്ഷേ ലോകത്തതാ ഭീകരവാദത്തിനും ഈ കേരളത്തിൽ തന്നെയും താൻ വിശ്വസിക്കുന്ന ആദർശത്തിന് വിരുദ്ധമായി പറയുന്നവർക്ക് വെള്ളം മുടക്കണമെന്ന് പറയുന്ന, അതേ മോശമായി അവരെ ചിത്രീകരിക്കുന്ന സാക്ഷാൽ ഭീകരവാദത്തിന്റെ വക്താവായ കാന്തപുരം മുസ്ലിയാരാണോ മുജാഹിദുകൾക്ക് ഭീകരവാദം ആരോപിക്കുന്നത്? ഞാനിപ്പോൾ അങ്ങോട്ട് കൂടുതൽ പ്രവേശിക്കുന്നില്ല. അതേ, ഇത്ര മോശപ്പെട്ട നിലക്ക് ഈ സമൂഹത്തിന്റെ മുമ്പിൽ ലിലിഭ്യനായി, ആദർശ രംഗത്ത് പരാജിതനായി, ആകെ കൂടി ഇപ്പോൾ ഇവരിലെ ചില ചോട്ടാ മുസ്ലിയാക്കന്മാർക്കല്ലാതെ മുടിപ്രശ്നത്തിൽ വയലു പറയാൻ കഴിയുന്നില്ല. ആ രംഗത്ത് മറുപടി പറയാനാവാതെ തളർന്ന് തകർന്ന് കിടപ്പാണ്. ആ കാര്യത്തിന്റെ അവസാനം പര്യവസാനം ഇപ്പോൾ എവിടെയാണ് എത്തിയിട്ടുള്ളത്? സാക്ഷാൽ ഇസ്മായിൽ സഖാഫി എന്ന് പറയുന്ന ഒരു സഖാഫി ചോദിക്കുന്നുണ്ട്. അതേ, എന്തിനാണ് പേരോട് മുസ്ലിയാരോട് അയാൾ ചോദിക്കുന്നുണ്ട്. കാന്തപുരം മുസ്ലിയാർ എന്തോ കണ്ടിട്ടാണ് ഈ കാര്യത്തിനൊരുങ്ങിയത്, മകനും കണ്ടിട്ടാണ് ഒരുങ്ങിയത്, അങ്ങനെ പലരും പലതും കണ്ടിട്ടാ ഒരുങ്ങിയത്, നിങ്ങളെന്തിന് പിന്നാലെ കൂടി എന്ന് ചോദിക്കുന്നവർ രംഗമുണ്ട് പേരോടിനോട്. അതൊന്ന് കേട്ടോളൂ, എന്നിട്ട് ഞാൻ പറയാം.
കണ്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരസറിന്റെ കഷ്ണം കിട്ടുകയാണെങ്കിൽ അത് പിടിക്കാനുള്ള വിശുദ്ധി കാന്തപുരത്തിന് ഇല്ലാന്ന് എന്റെ കുട്ടികൾ മനസ്സിലാക്കിക്കോളി. ഇന്ന് സഖാഫിയാ പറയുന്നത് മൂപ്പര് ഫോട്ടോസ്റ്റാറ്റൊന്നല്ല, നേരിട്ട് പലതും കാണുന്ന ആൾക്കാരായി സഖാഫികൾ. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്കത് വളരെ കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് ഈ സമൂഹത്തോട് പറയാണ് ഇവരുടെ ശുദ്ധി, ഇവരുടെ അശുദ്ധി അതൊക്കെ ഏത് നിലക്കാണ് അവർ തന്നെ പറയാ. എന്നിട്ട് അയാളാണിപ്പോ ഞാനാണ് ഏറ്റവും വലിയ സുന്നത്ത് ജമാഅത്തിന്റെ തേരാളി, ഞാനാണ് സുന്നത്ത് ജമാഅത്തിന്റെ പോരാളി എന്ന് പറഞ്ഞ് അയാളെ പിന്നാലെ കൂടിയ ആളുകൾക്ക് എന്താ ഇതൊക്കെ കഥയറിയാതെ ഇങ്ങനെ തൂങ്ങി എരപ്പാകാൻ നടക്കണോ എന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് മുടി വിഷയത്തിൽ. വേറൊന്നും മുടി വിഷയത്തിൽ ഇപ്പൊ പറയേണ്ടതില്ല, ഗതികെട്ടു, ആർക്കും ഇപ്പൊ ഒന്നും പറയാനില്ല. പത്രക്കാരുടെ മുമ്പിലൊക്കെ വഷളായി, എല്ലാവരുടെ മുമ്പിലും വഷളായി. അടിരേഖ കയ്യിലുണ്ട് എന്നായി, എന്നാ അത് പുറത്തിടുന്നായി. അടിരേഖ കയ്യിലുണ്ടെങ്കിൽ അത് പുറത്തേക്ക് എന്ന് പറഞ്ഞു, ഇല്ലാതെ അബുദാബിയിലാണ് എന്ന് പറഞ്ഞു, എന്നാ പിന്നെ അത് കൊടുന്നൂടേന്നായി ചോദ്യം, അല്ല അതിപ്പോ കിട്ടൂലെന്നായി മറുപടി. ഇങ്ങനെ എരപ്പായി അവസാനം മറുപടിയില്ലാത്തൊരവസ്ഥയിലേക്ക് മുടിപ്രശ്നം എത്തി എന്നതാണ് അപ്പുറത്തുള്ള സമസ്തയുടെ ആളുകൾ പറയുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ തൊട്ട് കളിച്ചുള്ള ഈ കളി, ഇത് തീക്കളിയാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ കള്ളം പറയുന്ന ഈ കളി, അല്ലാഹുവിന്റെ പേരിൽ കള്ളം പറയുന്ന ഈ കളി, ഇന്നല്ലദീന യഫ്തറൂന അലല്ലാഹിൽ കദിബ ലാ യുഫ്ലിഹൂൻ. അല്ലാഹുവിന്റെ പേരിൽ കള്ളം കെട്ടി ആരോപിക്കുന്നവർ അവർ വിജയിക്കൂല. ദുനിയാവിൽ അവർക്ക് കേവലം ചില സുഖങ്ങളും സൗകര്യങ്ങളും ഒക്കെ കിട്ടിയേക്കും, പക്ഷേ വളരെ വേദനാജനകമായ ശിക്ഷയാണ് പരലോകത്ത് കാത്തിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് വിശ്വസിക്കുന്നതിലും തകരാറാണ്, അവിടുത്തെ കുറിച്ച് പറയുന്നതിലും തകരാറാണ്, അവിടുത്തെ കുറിച്ച് വർണ്ണിക്കുന്നിടത്തും തകരാറാണ്, അവിടുത്തെ കുറിച്ച് കള്ളമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പ്രവാചകന്മാരിലുള്ള വിശ്വാസത്തിലും വ്യതിയാനം തന്നെ. ഇനി പരലോക വിശ്വാസം എടുത്തു നോക്കിയാലോ അത് തീരെയുമില്ല. മരിച്ചുപോയ ആളുകളെ കുറിച്ച്, അതേ മരണം മുതൽ മനുഷ്യന്റെ ദുന്യാവ്, മനുഷ്യന്റെ ദുന്യവിയായ ജീവിതം അവസാനിക്കുന്നു മരണത്തോടെ. മരണം കഴിഞ്ഞാൽ ബർസഖിയായ ലോകമാണ്, പിന്നീട് മഹ്ശറാണ്. ഈ നിലക്ക് മരണത്തെക്കുറിച്ച്, സ്വർഗനരകങ്ങളെ കുറിച്ച്, അതുപോലെ തന്നെ അന്ത്യനാളിന്റെ അടയാളങ്ങളെ കുറിച്ചൊക്കെ ഒരുപാട് വികല വിശ്വാസങ്ങൾ ഈ സമൂഹത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നു. മുസ്ലിമേ, എന്താ നമ്മൾ വിശ്വസിക്കേണ്ടത്? ഇവിടെ നിന്ന് മരിച്ചു പിരിഞ്ഞുപോയ റൂഹുകൾ അതേ ആ വീട്ടിലേക്ക് ഇനി മടങ്ങി വരുമോ? ഈ ഭൂമിയിലേക്ക് റൂഹുകൾ ഇനി തിരിഞ്ഞു വരുമോ? പകരക്കാരൻ അഹ്സനിയതാ സ്വപ്നം കാണൽ മാത്രമല്ല ഒരു ബുക്കും എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിലതാ വിസ്മരിക്കപ്പെടുന്ന യാഥാർത്ഥ്യങ്ങൾ, ചില യാഥാർത്ഥ്യങ്ങളൊക്കെ മുസ്ലിമീങ്ങളും മറന്നുപോയിട്ടുണ്ട്. അത് മറന്നുപോകാൻ ഞാൻ സമ്മതിക്കൂല. നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, അത് പഠിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ അഹ്സനി എഴുതുന്നു. എന്താണ് അഹ്സനി എഴുതുന്നത്? മരിച്ച വീട്ടിലേക്ക് റൂഹ് വരുമോ എന്നൊരു ചോദ്യം ഈ പുസ്തകത്തിലുണ്ട്. ഇതിന്റെ 33-ാമത്തെ പേജിൽ നമുക്ക് കാണാം. ഇയാളോടതാ ഒരു ചോദ്യം, മരിച്ചവരുടെ റൂഹ് വീട്ടിലേക്ക് തിരിച്ചു വരുമോ? അപ്പൊ ഉത്തരം ചില ദിവസങ്ങളിൽ വരും. കണ്ടോ, ചില ദിവസങ്ങളിൽ മരിച്ചു പിരിഞ്ഞു പോയ റൂഹൊക്കെ വീട്ടിൽ കയറിയത്. നമ്മളൊക്കെ വിചാരിച്ചതൊക്കെ ഇവർ വെറുതെ സാധാരണ അന്ധവിശ്വാസം, അല്ലെങ്കിൽ മോലിയർക്ക് ഇതൊക്കെ ഈ വിശ്വാസമൊക്കെ ഉണ്ട്, പിന്നോലിയർ അത് പ്രചരിപ്പിക്കുന്നുണ്ട്. ചില ദിവസങ്ങളിൽ വരും. പിന്നെയോ സൂറത്തുൽ ഖദറിലെ വർറൂഹു എന്നതിന് മരിച്ചവരുടെ റൂഹുകൾ ആ ദിനം ഇറങ്ങി വരുമെന്ന് തഫ്സീറുകളിലുണ്ട്. തഫ്സീറുകളിൽ അങ്ങനെ എന്തൊക്കെ അഭിപ്രായങ്ങളുണ്ട്? എല്ലാം നിങ്ങൾക്ക് വിളിച്ചു പറയാനുള്ളതാണോ? എല്ലാം ഇങ്ങനെ ലോകത്തിന്റെ മുമ്പിൽ പറയാനുള്ളതാണോ? അഭിപ്രായങ്ങളൊക്കെ ഇങ്ങനെ കീലയും കാലയും പറയാനുള്ളതാണോ? ഇസ്ലാം എന്ന് പറയുന്നത് നിങ്ങൾ എന്താ പറയാറ്? അതേ സിനാദ് എന്നൊക്കെ പറഞ്ഞത് ഫതഹിട്ടിട്ടും കെസറിട്ടിട്ടൊക്കെ പറഞ്ഞില്ലേ? സനത് വേണം. സനത് എന്ന് പറഞ്ഞാൽ ഇന്ന് പത്രക്കാർക്ക് വരെ അറിയാ
എല്ലാവർക്കും അറിയാ സനതുണ്ടോ? ഇസ്ലാമാരെ കാണുമ്പോ ചോദിക്കുന്നു സനദെവിടെ, റിപ്പോർട്ടെവിടെ, സനദെവിടെ, റിപ്പോർട്ടെവിടെ? കേരളത്തിൽ നിങ്ങൾ മാനവികത ഉണർത്താൻ വേണ്ടി നടക്കുന്ന എല്ലാ കോണുകളിലും മുസ്ലിമീങ്ങൾ നിങ്ങളോട് ചോദിക്കും, മാനവികതയൊക്കെ പറയാൻ വരട്ടെ, മാനവകുലത്തിന്റെ നേതാവായി അറിയപ്പെടുന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റേതാണെന്ന് പറഞ്ഞ ഒരു കേശം കൊണ്ട് നടക്കുന്നുണ്ടല്ലോ നിങ്ങൾ, ഒരു മുടിയിൽ ചുറ്റി നടക്കുന്നുണ്ടല്ലോ നിങ്ങൾ, പറയൂ സനദെവിടെ, അടിരേഖയെവിടെ, റിപ്പോർട്ടെവിടെ? വിടൂല നിങ്ങളെ, അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വഹാബികൾക്കെതിരെ ഒന്നിക്കൂ സുന്നികളെ എന്ന് കരഞ്ഞിട്ടൊന്നും പ്രയോജനമില്ല. നിങ്ങൾ എവിടെ യാത്ര നടത്തി എത്ര കോടി പിരിച്ചാലും ജനകോടികളുടെ മനസ്സിൽ ഈ ചോദ്യമെന്നും തങ്ങി നിൽക്കും, റിപ്പോർട്ടെവിടെ, സനദെവിടെ? അതേ കുറ്റമറ്റ പരമ്പരയിലൂടെ ഇങ്ങനെ വന്ന ശരിയായ രൂപത്തിൽ ഇങ്ങോട്ട് കിട്ടിയ ആ സനദെവിടെ? ഒരു സനദുമില്ലാതെ അള്ളാന്റെ പേരിൽ, റസൂലുള്ളാന്റെ പേരിൽ, പ്രവാചകന്മാരുടെ പേരിൽ, വേദഗ്രന്ഥങ്ങളുടെ പേരിൽ, പരലോക വിശ്വാസത്തിന്റെ പേരിൽ, ഖദാ ഖദറിന്റെ പേരിൽ, നിസ്കാരത്തിന്റെ പേരിൽ, നോമ്പിന്റെ പേരിൽ, സക്കാത്തിന്റെ പേരിൽ, ഹജ്ജിന്റെ പേരിൽ, എല്ലാ വിഷയങ്ങളിലും എന്ന പോലെ ഔലിയാക്കളുടെ പേരിൽ, ഇമാമീങ്ങളുടെ പേരിൽ, കിതാബുകളുടെ പേരിൽ അട്ടിമറി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഭാഗത്തോട് എന്നുമെന്നും ചോദിക്കുന്നു, സനദെവിടെ, റിപ്പോർട്ടെവിടെ? അതിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല. അതുകൊണ്ട് അതാണ് നിങ്ങൾ കൊണ്ടുവരേണ്ടത്. ഇനി നോക്കൂ, നിങ്ങൾ വീട്ടിലും ബന്ധപ്പെട്ടവരുടെ അരികിലും റൂഹുകൾ വരുമെന്നെല്ലാം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. വീട്ടിൽക്കും കയറി വരും, ബന്ധപ്പെട്ടവരുടെ അടുത്തൊക്കെ ഇങ്ങനെ റൂഹ് ഇങ്ങനെ വരിക. അപ്പൊ അടുത്ത ചോദ്യം, മരിച്ചത് മുതൽ 40 ദിവസം വീടിന് ചുറ്റും ഉലുവാൻ പുകക്കേണ്ടതുണ്ടോ? മരിച്ചത് മുതൽ 40 ദിവസം വീടിന് ചുറ്റും ഉലുവാൻ പുകക്കേണ്ടതുണ്ടോ? 87ാമത്തെ ചോദ്യമാണ്. അപ്പൊ ഉത്തരം നല്ലതാണ്. ഉലുവാൻ പുകക്കണം വീട്ടിന്റെ ചുറ്റും. എന്തേ? മയ്യത്തിന്റെ ആത്മാവ് കൂടുതൽ ബന്ധപ്പെടുന്ന ദിവസമാണത്. മരിച്ചുപോയ റൂഹ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സിയാറത്തിന് ഇങ്ങോട്ട് വരും, വീട്ടിലേക്ക് കയറി വരും. അതേ തനിച്ച ഷിയാക്കളുടെ വിശ്വാസം, ഷിയാക്കളതാ അവരുടെ ആളുകൾ മറവട്ട ഖബറിന്റെ സമീപത്തേക്ക് പനിനീർ കുപ്പിയുമായി പോകുന്നു, അവരുടെ അടുത്ത് പോയിട്ട് ഭക്ഷണമുണ്ടാക്കി കഴിക്കുന്നു. ഒരാഴ്ച വീട്ടിൽ നടന്ന വിവരങ്ങളൊക്കെ മരിച്ചവരോട് പറയുന്നു. അതേ കുശലാന്വേഷണം നടത്തുന്നത് പോലെ അതേ ഖബറിന്റെ സമീപത്ത് പോയി വർത്തമാനം പറഞ്ഞ് അവരോട് കൂടിയാലോചിച്ച് അവരോട് വിവരങ്ങളെല്ലാം പറഞ്ഞു പോന്നു. അവരെല്ലാം കേട്ടു, മനസ്സിലാക്കി. അവരിവിടെ തന്നെ ഉള്ളതുപോലെ ആ നിലക്ക് അവരുടെ റൂഹ് വരുന്നു, റൂഹ് വീട്ടിലേക്ക് കയറുന്നു, ബന്ധുക്കളുടെ അടുത്ത് വരുന്നു. ഈ പഴച്ച വിശ്വാസത്തിന് എന്തടിത്തറയാണ് നിങ്ങൾക്കുള്ളത്? സനദെവിടെ, റിപ്പോർട്ടെവിടെ? നിങ്ങളല്ലേ പറയുന്നത് ഞങ്ങൾ ഇവിടെ നിന്നൊരു ചങ്ങലയങ്ങ് കുലുക്കിയാൽ അതേ മദീനയിൽ പോയി മുട്ടുന്ന പരമ്പരയാണ് ഞങ്ങൾക്കുള്ളത്, അവിടെ നിന്ന് ഇങ്ങോട്ട് കിട്ടിയ ആദർശമാണെന്നല്ലേ പറയുന്നത്? ഈ പഴച്ച അന്ധവിശ്വാസം ഈ സമൂഹത്തിന്റെ മുമ്പിലേക്ക് പകർന്നു കൊടുക്കുന്ന പകരക്കാരാ ഓ മുസ്ലിയാക്കളെ, പടച്ച റബ്ബിൽ വിശ്വാസമുണ്ടോ നിങ്ങൾക്ക്? അവന്റെ റസൂലുള്ളയിൽ വിശ്വാസമുണ്ടോ നിങ്ങൾക്ക്? പരലോകത്തിൽ വിശ്വാസമുണ്ടോ നിങ്ങൾക്ക്? ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് സനദ് സഹിതം പറയൂ. മരിച്ചവന്റെ റൂഹ് ഇങ്ങനെ വീട്ടിലേക്ക് കയറി ഇറങ്ങുന്നു. 40 ദിവസം പ്രത്യേകം വീട്ടിലേക്ക് ബന്ധമുണ്ട്. അതുകൊണ്ട് ഉലുവാൻ പുകച്ചോ, അത് നല്ലതാണ്. അവർ കയറി വരുമ്പോ ദുർമണമൊന്നും വേണ്ടല്ലോ. വീട്ടിലേക്ക് ഇങ്ങനെ കയറി വരുമ്പോ നല്ല മണം ആസ്വദിക്കാൻ, അവരെ സ്വീകരിക്കാൻ സുഗന്ധം പുകച്ചോ, അത് നല്ലതാണെന്ന് എഴുതി വിടുമ്പോൾ ഇസ്ലാമിന്റെ പേരിൽ നിങ്ങൾ എന്തിനാണ് ഇസ്ലാമിലില്ലാത്ത ചരക്കുകൾ വിറ്റഴിച്ചുകൊണ്ട് നടക്കുന്നത്? നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ടും തീർന്നില്ലല്ലോ. അതേ ഔലിയാക്കുള്ള വലിയ ക്വാളിഫിക്കേഷൻ ഇതിൽ പറയുന്നത് മൂപ്പർക്ക് കൊമ്പം മീശയുണ്ടെന്നാണ്. ഔലിയാക്കന്മാർക്ക് കൊമ്പം മീശയുണ്ടാകൂല. അതേ ഇവര് പരിചയപ്പെടുത്തുന്ന ഔലിയാക്കന്മാർക്കൊക്കെ കൊമ്പം മീശയുണ്ടാകും. അള്ളാന്റെ റസൂല് പറഞ്ഞതിന് എതിര് ചെയ്യും. സ്വർണം ധരിക്കരുതെന്ന് പറഞ്ഞാൽ സ്വർണത്തിന്റെ മോതിരം കാണും, സ്വർണത്തിന്റെ ചെയിന് കാണും. അതേ പട്ട് ധരിക്കും. മമ്പുറത്തെ തങ്ങളെ
കുറിച്ച് വരെ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എഴുതിയിട്ടുള്ള മമ്പുറം മൗലിദിൽ മമ്പുറത്തെ തങ്ങൾ സ്വർണത്തിന്റെ മോതിരം ധരിച്ചിരുന്നു പോലും, പട്ടുടുത്തിരുന്നു പോലും തീർന്നില്ല. ഇവര് തന്നെയും പറയുന്നത് ജുമാക്ക് മമ്പുറത്തെ പള്ളിയിലില്ല. നിശാനിസ്കാരം മമ്പുറത്തെ പള്ളിയിൽ നിർവഹിക്കുന്ന മമ്പുറത്തെ തങ്ങൾ സുബഹിക്ക് നിസ്കരിക്കുന്നത് ഹറമിലാണ്. മമ്പുറത്തെ തങ്ങൾ നിസ്കരിക്കൂല പോലും, മമ്പുറത്തെ തങ്ങൾ ജുമാക്ക് വരൂല എന്ന് നാട്ടിലൊരു പരാതി ഉണ്ടായപ്പോൾ പള്ളിയിലെ മുഅദ്ദിന് മുക്രിക്ക പോയിട്ട് മമ്പുറത്തെ തങ്ങളോട് പറഞ്ഞു പോലും നിങ്ങൾ ജുമാക്ക് വരുന്നില്ല എന്നൊരു പരാതി ഇവിടെ കേൾക്കുന്നുണ്ട്. മമ്പുറത്തെ തങ്ങൾ വെള്ളിയാഴ്ച ദിവസം കാത്തിരുന്നു. ജുമായുടെ സമയമായി, ജുമായുടെ നേരമായപ്പോൾ ബാങ്ക് വിളിക്കേണ്ട മുക്രിക്കാന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, പോകാം, നമുക്ക് പോകാം. എവിടേക്കാ എന്നൊന്നുമില്ല. ജുമാന്റെ നേരത്ത് മമ്പുറത്തെ പാപ്പ ഈ മുഅദ്ദിനിന്റെ കയ്യും പിടിച്ച് പള്ളിയിൽ നിന്ന് ഇറങ്ങുന്നു. അതേ മമ്പുറത്തെ പുഴയിലൊരു മുങ്ങലാണ്, കയ്യും പിടിച്ച് മുങ്ങുന്നു. പൊങ്ങിയതെവിടെയാണ് അറിഞ്ഞുകൂടത്രേ മുഅദ്ദിനിന് പരിചയമില്ലാത്തൊരു സ്ഥലമാണത്രേ. ഒക്കെ കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞിട്ട് തിരിച്ചു പോരുമ്പോഴാണത്രേ മൂപ്പരിക്ക് മനസ്സിലാകുന്നത് ഇത് ഹറമാണ്. പരിശുദ്ധ കഅബക്ക് സമീപം നിന്നുകൊണ്ട് മമ്പുറത്തെ പാപ്പ ജുമാ നിസ്കരിക്കുന്നു. ജുമാക്ക് മമ്പുറത്ത് നിന്ന് അതേ പുഴയിൽ മുങ്ങിയിട്ട് മുഅദ്ദിനിന്റെ കൂടെ മക്കത്ത് ജുമാക്ക് പങ്കെടുക്കുന്നു. എല്ലാ ദിവസവും ഇശാ നിസ്കാരം മമ്പുറത്തെ പള്ളിയിൽ വെച്ചാണെങ്കിൽ സുബഹി നിസ്കരിക്കുന്നത് സാക്ഷാൽ ഹറമിൽ വെച്ചാണ്, മക്കത്തെ പള്ളിയിൽ വെച്ചാണ്. ഇങ്ങനെ ഇസ്ലാമിലില്ലാത്ത, ഇസ്ലാമിന് നിരക്കാത്ത വികലമായ വിശ്വാസങ്ങൾ ഈ സമൂഹത്തിന്റെ മുമ്പിലേക്ക് പ്രചരിപ്പിക്കുന്നവർക്ക് എന്തും പറയാമല്ലോ. അപ്പോൾ പിന്നെ CM മടവൂരിന്റെ ഉസ്താദായ പുലിമൈദീൻ എന്ന് പറയുന്ന ഗുരുവര്യൻ, മൂപ്പരുക്കുമുള്ളത് ഏറ്റവും വലിയ വിശേഷണം എന്തായിരുന്നു? മൂപ്പന്റെ വീട്ടിൽ താമസിക്കുന്ന കാലത്ത്, കോഴിക്കോട് മൂപ്പന്റെ വീട്ടിൽ താമസിക്കുമ്പോ 3 കൊല്ലം മൂപ്പരവിടെ താമസിച്ചു. തുടർച്ചയായിട്ട് നിസ്കരിച്ചിട്ടില്ല. ഒരു ദിവസം മാത്രമാണത്രേ CM മടവൂരിന്റെ ഉസ്താദായ പുലിമൊയ്തീൻ നിസ്കരിച്ചത്. അതൊരു മഗ്രിബിനാണ്. അത് തന്നെയും മഗ്രിബിന്റെ നേരത്തല്ല, സൗദി ടൈം നോക്കിയിട്ടാണ് നിസ്കരിച്ചത് പോലും. നോക്കണം നിങ്ങൾ, മഗ്രിബും നിസ്കാരമില്ല, 5 നേരത്തെ നിസ്കാരമില്ല, ജുമുഅയില്ല, ജമാഅത്തില്ല. പിന്നെ മൂപ്പരുടെ വിശേഷണം പറഞ്ഞത് കൊമ്പൻ മീശയാണ്, ചുവന്ന കണ്ണാണ്, പുലിത്തോലാണ് ധരിച്ചിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ കൊമ്പൻ മീശയൊക്കെ വലിയ ഒരു പ്രത്യേകതയായി കാണുന്ന ആളുകൾ അതേ ഒരു കുഞ്ഞൻ ഷഹീദിന്റെ കഥ പറയുന്നുണ്ട്. മരിച്ചതിന്റെ ശേഷവും അതാ പട്ടാളക്കാരുടെ മുമ്പിൽ ഇങ്ങനെ കുഞ്ഞൻ ഷഹീദിന്റെ തല ഇങ്ങനെ ഒച്ചയിട്ട് സംസാരിക്കുന്നു. പകരക്കാരൻ അഹ്സനി തന്നെ പറയട്ടെ. നമ്മളുടെ തിരൂരിൽ ഉണ്ടായിരുന്ന ഒരു വലിയ മഹാനാണല്ലോ കുഞ്ഞൻ ഷഹീദ്, കല്ലിങ്ങിൽ കിടക്കുന്ന കുഞ്ഞൻ ഷഹീദ്. നിങ്ങൾക്കറിയില്ലേ, വെള്ളക്കാരുമായി യുദ്ധം ചെയ്തവരാ. മഹാനവരുടെ തലകെടുക്കുന്നത് കോഴിക്കോട് ബദവി മക്കാം എന്ന് അറിയപ്പെടുന്ന മക്കാമിലാണ്. മഹാനവർ എങ്ങനെയാണ് അവിടെ എത്തിയത്? കുഞ്ഞൻ ഷഹീദിന്റെ തലയെടുത്ത് അതാ വെള്ളക്കാരുടെ സായിപ്പിന് പിന്നെ തിരൂരിൽ നിന്ന് പൊതിഞ്ഞു കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയിട്ട് കുഞ്ഞൻ ഷഹീദിന്റെ തല ടേബിളിന്റെ മുകളിൽ വെച്ചു കൊടുക്കുന്നു. കുഞ്ഞനായിരുന്നവർക്ക് പേടി സ്വപ്നം. കൊമ്പം മീശയുള്ള ബഹുമാനപ്പെട്ട കുഞ്ഞൻ ഷഹീദ് അല്ലെങ്കിൽ ബദവി ഷഹീദ് ആ തലയതാ തന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് സായിപ്പതാ ഒരു വടിയെടുത്തിട്ട് കുഞ്ഞനടിക്കുന്നു, ചുണ്ടിലടിക്കുന്നു. നീയാടാ കുഞ്ഞൻ, നീയാടാ കുഞ്ഞൻ, നീയാണോ ഞങ്ങൾ എതിർത്തവൻ, എന്തു പറ്റിയപ്പോൾ നിനക്ക്? ഉടനെ ആ തലയതാ അതാ ചുണ്ടൊക്കെ പൊക്കിക്കൊണ്ട് പല്ലിടിച്ചുകൊണ്ട് പറയുന്നു, അതേ ഞാനാണിട കുഞ്ഞൻ, ഞാനാണിട കുഞ്ഞൻ, ഞാനാണിടാ കുഞ്ഞൻ. ഇത് പറയുമ്പോൾ സായിപ്പ് പേടിച്ചുപോയി. അത് നിങ്ങൾ ഏതോ ദുരിതയാണല്ലോ കൊന്നത്, നിങ്ങളൊരു ദുരിതന്റെ തലയാണല്ലോ കൊണ്ടുവന്നത്, ഇതൊരിക്കലും പാടുണ്ടായിരുന്നു പറഞ്ഞു അന്ന് ഗവൺമെന്റിന്റെ സ്ഥലം കൊടുത്താണ് കുഞ്ഞൻ ഷഹീദിനെ മറുപടി ചെയ്തത്. ഇന്നും മാസമാനുകൾ കിടക്കുന്നു. കൊമ്പം മീശയുള്ള കുഞ്ഞൻ ഷഹീദിന്റെ മക്ബറയാണ് പോലും കടപ്പുറത്തുള്ള ബദവി മക്കാം. കൊമ്പം മീശയുള്ള ബഹുമാന്യനായ എങ്ങനെ ബഹുമാനം കിട്ടുക? കൊമ്പം മീശ വെച്ച മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താ? നിങ്ങൾ താടി വളർത്തണം.
താടി വളർത്തണം, മീശ നിങ്ങൾ ചെറുതാക്കണം. മീശ വെട്ടിച്ചെറുതാക്കലാണ് ബഹുമാനത്തിന്റെ അടയാളം. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമീങ്ങൾക്ക് പകർന്നു തന്ന സംസ്കാരം അതാണ്. പക്ഷേ ആ സംസ്കാരമല്ല ഇവര് പകർന്നു കൊടുക്കുന്നത്. കൊമ്പൻ മീശയുള്ള കുഞ്ഞൻ ഷഹീദ് മരണശേഷവും ആ തല സംസാരിക്കുന്നു. അങ്ങനെ മരണശേഷം ഓരോരുത്തരെ കുറിച്ചും ഓരോന്നും ഇങ്ങനെ പറയൽ ഇവർക്കൊരു ഹരമാണ്. അതേ മർക്കസിൽ കിടക്കാൻ മോഹമുണ്ടായിരുന്നു പോലും ആർക്ക്? CM മടവൂരിന്റെ മരണശേഷം ഖബർ മർക്കസിലാവാൻ താല്പര്യമുണ്ടായിരുന്നു പോലും. പക്ഷേ ആഗ്രഹം അവസാനത്തെ അങ്ങനത്തെ ഒരു ആഗ്രഹം മൂപ്പര് മാറ്റിവെച്ചു. കാരണം എന്താ? ഇവിടെ കിടക്കാൻ ഒരാൾ വരാനുണ്ട് പോലും, മർക്കസിന്റെ മുമ്പിൽ കിടക്കാൻ ഒരാൾ വരാനുണ്ട് പോലും. പക്ഷേ ആ കറാമത്തിലൊന്നും ഇപ്പോ ഈ കുട്ടികൾക്ക് വിശ്വാസമില്ലാത്തതുപോലെ അതാ കോടിപ്പള്ളിയിൽ എവിടെയോ ആണത്രേ കല്ലറ ഒരുങ്ങുന്നത്. കോടിപ്പള്ളിയുടെ ഒരു മൂലയിൽ എവിടെയോ ആണത്രേ കല്ലറ ഒരുക്കുന്നത്. എന്തോ എന്നറിയില്ല. പക്ഷേ ഇയാൾ പ്രവചിച്ചു പോയതെന്താണ്? എന്റെ ഉസ്താദ് ഖുതുബുൽ അഖ്താബ് ഖുതുബുസ്സമാനൊക്കെയായ ഇയാൾ പ്രവചിച്ചു പോയത് അവിടെ കിടക്കണമെന്നാണ്. പക്ഷേ CM മടവൂരിന്റെ ആ പറഞ്ഞ സ്ഥലത്ത് കിടക്കാൻ തയ്യാറില്ലാതെ അതാ കേരള യാത്രയിലൂടെ കാശ് പിരിക്കുന്നു കല്ലറയൊരുക്കാൻ. അവിടെ മുടിയല്ല, തന്റെ തടി കൂടി കിടക്കാനുള്ളതാണെന്ന രൂപത്തിൽ അതേ പ്രചരണങ്ങൾ അണികൾ നടത്തുന്നു. അപ്പോൾ അങ്ങനെ ഒരാഗ്രഹം മൂപ്പരിക്ക് ഉണ്ടായപ്പോൾ മർക്കസിൽ അവിടെ കിടക്കാതെ പോയത് അവിടെ കിടക്കാൻ പോകുന്നയാളുടെ പവർ പോകണ്ടാന്ന് വിചാരിച്ചിട്ടാണെന്ന് ആ നിലക്ക് പോലും അതേ വണ്ടി ഇങ്ങനെ മർക്കസിന്റെ മുമ്പിലൂടെ വന്നപ്പോൾ അതേ CM മടവൂർ അവിടെ നിന്നു, മർക്കസിന്റെ മുമ്പിൽ നിന്നു. പിന്നെ വണ്ടി സ്റ്റാർട്ടാകുന്നില്ല. പിന്നീട് സ്റ്റാർട്ടായി. എന്തേ സ്റ്റാർട്ടായത്? കാരണം പറയുന്നു, ഇവിടെ തന്നെ കിടക്കണം എന്ന് വിചാരിച്ചിട്ടാ ഒന്നിങ്ങനെ നിന്നത്, ഒന്ന് ബ്രേക്ക് ഇട്ടത്. പക്ഷേ വേണ്ട, ഞാപ്പ കിടന്ന ഇവിടെ വരാനുള്ള ആളെ പവർ കുറഞ്ഞാലോ? ആ കാര്യം പറയുന്നതെന്ന് കേട്ടോളൂ. ഇവർക്ക് എന്തും പറയാം, എന്തും കേൾക്കാനുള്ള ഖൗമ മുമ്പിലുള്ളപ്പോൾ എന്തും പറഞ്ഞ് പ്രചരിപ്പിക്കാമല്ലോ. അല്ലാഹു ഹിദായത്ത് നൽകുമാറാകട്ടെ. ആ ജനാസ സുബ്ഹിയുടെ ശേഷമാണ് ആ വീട്ടിൽ കൊണ്ടുപോകുന്നത് മടവൂരിലേക്ക്. മർക്കസിന്റെ മുമ്പിൽ മറവ് ചെയ്യാൻ താല്പര്യമുണ്ട്. ഉസ്താദിനുണ്ട്. മടവൂരിന് താല്പര്യമില്ലാത്തത് കൊണ്ടല്ല, പക്ഷേ അതിന്റെ മുമ്പിൽ മടവൂര് വന്ന് കിടന്നാൽ അവിടെ കിടക്കേണ്ടവന് സ്ഥാനം ഇല്ലാതെയായി പോകും. അതുകൊണ്ട് മാത്രമാണ് മടവൂർ അവിടെ കിടക്കാതെ പോയത്. അവിടെ ഒരാളെ കിടക്കാൻ അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട്. അള്ളാഹു ഉസ്താദിന് ആശയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. മടവൂര് കിടക്കാതെ പോയത് എന്തുകൊണ്ടാ? ഇവിടെ ഒരാൾ വരാണ്ട്, അയാളെ സ്ഥാനം പോയി പോകും. അപ്പൊ അവരിപ്പത് വേണ്ടാന്ന് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇയാൾക്ക് കണ്ടോ ആ വസിയത്ത്, അതല്ലെങ്കിൽ ആ ആഗ്രഹം മരണാനന്തരം കൃത്യമായ നിലക്ക് എല്ലാ രൂപത്തിലും ഇത് ജനങ്ങളോടിങ്ങനെ സമൂഹത്തിന്റെ മുമ്പിലാകെ പറഞ്ഞ് അത് പ്രചരിപ്പിച്ച് അതിലൂടെ ജാറ വ്യവസായം കൊഴുപ്പിക്കണം, മുടി വ്യവസായം കൊഴുപ്പിക്കണം, സമൂഹത്തിൽ ശിർക്ക് വളർത്തണം, സമൂഹത്തിൽ ബിദ്അത്തുകൾ വളർത്തണം. ഈ ഒരു ധാരണയിലാണ് നടക്കുന്നത്. ഇനി നോക്കൂ സഹോദരന്മാരെ, ഈ നിലക്കുള്ള വിശ്വാസങ്ങൾക്കെല്ലാം പുറമേ സമൂഹത്തിന്റെ മുമ്പിലേക്ക് അന്ധവിശ്വാസങ്ങൾ, വിധിവിശ്വാസത്തിന്റെ നിരക്ക്, വിധിയിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ ഖൈറും ശർറുമെല്ലാം അല്ലാഹു റബ്ബുൽ ആലമീൻ തീരുമാനിച്ച രൂപത്തിലാണ് നടക്കുന്നത്. അവൻ തീരുമാനിച്ചതിലാണ് ഖൈറുള്ളത്, അവൻ തീരുമാനിച്ചതിലേ ശർറ് വരികയുള്ളൂ. അതല്ലാത്ത ഒരു കാര്യത്തിന്റെ മേലും ഖൈറ് ശർറ് കാര്യങ്ങൾ ചേർത്തി പറയാൻ പാടില്ലെന്ന ഖദാ ഖദറിലുള്ള ഉറച്ച വിശ്വാസത്തിന് ഭംഗം വരുന്ന നിലക്കതാ ഇവരുടെ ചില പ്രയോഗങ്ങൾ പോലും വളരെ അബദ്ധകരമായ പ്രയോഗങ്ങളാണ്. സിറാജ് പത്രത്തിൽ പോലും നമുക്ക് കാണാം. ഒരു വ്യക്തിയെ കുറിച്ച്, അയാളുടെ കഴിവിനെ കുറിച്ച് പറയുകയാണ്, അയാൾ വിധിയെ തോൽപ്പിച്ചു കഴിഞ്ഞു. വിധിയെ തോൽപ്പിക്കാനാകുമോ സഹോദര? അങ്ങനെ ഒരു പ്രയോഗം ഒരു മുസ്ലിമിന്റെ നാവിൽ നിന്നോ തൂലികയിൽ നിന്നോ വരാൻ പാടുണ്ടോ? വിധിയെ തോൽപ്പിക്കുകയോ? പടച്ചറബിന്റെ വിധിയെ തോൽപ്പിക്കാൻ ആർക്കാണ് അധികാരമുള്ളത്? ആർക്കാണ് കഴിവുള്ളത്? അതേപോലെ തന്നെ ഈ സമൂഹത്തിൽ ജാഹിലിയത്തിനെ ഈ സമൂഹത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ ഈ മുസ്ലിയാർക്ക് വലിയ പങ്ക് തന്നെയുണ്ട്. സമൂഹത്തിന്റെ മുമ്പിലേക്ക് ഇവരുടെ മുസ്ലിയാക്കന്മാർ പോലും പറഞ്ഞതാണ് പലപ്പോഴും,
കാക്ക വീട്ടിന്റെ മുമ്പിൽ വെച്ച് കരഞ്ഞാൽ അതിൽ വിരുന്നുകാർ വരുമെന്നൊക്കെയുള്ള വിശ്വാസമുണ്ടല്ലോ.